ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വരും ദിവസങ്ങളിലെ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക. പെൻഷൻ കാത്തിരിക്കുന്നവർക്ക് ആശ്വാസ വാർത്ത. 2 മാസത്തിലെ പെൻഷൻ തുകയിലെ ബാക്കി തുക കൂടി അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 1-2 മാസത്തിലെ പെൻഷൻ തുക കൂടി അക്കൗണ്ടുകളിലേക്ക് വിതരണം ആരംഭിക്കുമെന്ന് സർക്കാർ പറഞ്ഞതിന് പിന്നാലെയാണ് കുടിശ്ശിക തുകയിലെ ലഭ്യമാകാനിരുന്ന 2 മാസത്തെ വിഹിതം കൂടി ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിത്തുടങ്ങിയത്. ഇതോടുകൂടി വിധവാ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷൻകാർക്ക് 400 രൂപ മുതൽ 1000 രൂപ വരെ അക്കൗണ്ടുകളിൽ എത്തിച്ചേരും. സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളിൽ 7 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക നൽകുന്നത്. തുക പൂർണ്ണമായും ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. തുക ലഭ്യമാക്കാത്തവർക്ക് ഈ ആഴ്ച തന്നെ തുക വിതരണം സജീവമാകും. ഒക്ടോബർ, നവംബർ മാസങ്ങളിലെ കേന്ദ്രവിഹിതം ചെയ്യുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. ഈ വിഹിതം കൂടി പൂർണ്ണമാക്കിയ ശേഷം 2 മാസത്തെ പെൻഷൻ തുക വിതരണം ആരംഭിക്കുന്നതാണ്. ശമ്പളം, പെൻഷൻ, ക്ഷേമ പെൻഷൻ എന്നിവ അടക്കമുള്ള വിതരണം ചെയ്യുന്നതിനായി കടപത്ര ലേലം മുംബൈ ഫോർട്ട് ഓഫീസിൽ വെച്ച് ഇ-കിബർ പോർട്ടൽ വഴി നടന്നിരുന്നു. നിലവിൽ 2 മാസത്തെ കേന്ദ്രവിഹിതം ആരംഭിച്ച സാഹചര്യത്തിൽ സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി തുക കൈകളിലേക്ക് സ്വീകരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമാണ് കേന്ദ്രവിഹിതം എത്തിച്ചേരുക. ഈ നിബന്ധനകൾ പാലിക്കാത്തവർക്ക് കേന്ദ്രവിഹിതം ലഭിക്കുന്നതല്ല. വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും സർക്കാർ സംബന്ധമായ എല്ലാ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.